നമ്മൾ ഇന്ന് ഒരു സമ്മർ ഹാങ് ഔട്ടിന് പോവുകയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്ത് നല്ലൊരു അതായത് ഷനോൺ റിവർ തന്നെ അതുവഴി ഒഴുകുന്നുണ്ട്. അപ്പം അവിടെ ഒരു പുഴക്കരയുണ്ട്. അധികം ആരും അവിടെ പോയി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ കുറേ പ്രാവശ്യം അവിടെ പോകുന്നുണ്ട്. നല്ലൊരു പ്ലേസ് ആണ്. ഒത്തിരി ആൾക്കാരൊന്നുമില്ല, കുറച്ചു പേരൊക്കെ നടക്കാൻ വരുന്ന സായിപ്പന്മാരൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. അധികം ആഴമില്ലാത്ത പുഴയാണ്, നമുക്ക് ഇറങ്ങി കളിക്കാം. നല്ല ഒഴുകുന്ന വെള്ളമാണ്. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ റോസാപ്പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ സമ്മർ ആകുമ്പോൾ എവിടുന്ന് റോസാപ്പൂ കിട്ടിയാലും പറിച്ച് അവിടെ വെക്കും. പിന്നെ വണ്ടി ഓടിക്കുന്നത് ഞാനാണ്, അത്ര എക്സ്പേർട്ട് ഡ്രൈവറൊന്നുമല്ല, പാടുപെട്ടാണ് ഓടിച്ചോണ്ടിരിക്കുന്നത്. എങ്കിലും വണ്ടി റോഡിലൊക്കെ തന്നെ ഓടുന്നുണ്ട്. ആ ഒരു സമാധാനത്തിൽ നമ്മൾ പയ്യെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പൊ ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയി. ദേവൂട്ടന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ദേവൂട്ടന്റെ അമ്മയ്ക്കും അതിലും ഇഷ്ടം. അപ്പം ഒത്തിരി റിസ്ക് ഒന്നും ഇല്ലാതെ വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ദേവൂട്ടൻ ഹാപ്പി ആയിട്ട് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിൽ പോയപ്പോൾ മേടിച്ച ബക്കറ്റും കളിക്കുന്ന അവന്റെ JCB ഒക്കെ ആയിട്ടാണ് പുള്ളി പോണത്. എല്ലാ സന്നാഹങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് പുള്ളി കളിക്കാൻ പോണത്. ഇതൊരു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്തുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട് പോലൊക്കെ തോന്നും. നല്ല ചില്ലടിക്കാൻ പറ്റിയ ഒരു സ്ഥലം. സമ്മർ ആയതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നെങ്കിലും അധികം തണുപ്പൊന്നുമില്ലായിരുന്നു, നല്ല വെട്ടവും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നടക്കുന്ന വഴി കാണുന്ന കല്ലൊക്കെ പറക്കിയാണ് പോകുന്നത്. ഇവിടെ അധികം മണ്ണും കല്ലും ഒക്കെ കാണല് അധികം ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ ദേവൂട്ടന് മണ്ണൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പറക്കി എറിയും, വാരിയെറിയൊക്കെ ചെയ്യും. എന്നിട്ട് ദേവൂട്ടൻ ഇപ്പം നടന്ന് വന്നപ്പോഴത്തേക്ക് പുഴ ഒഴുകുന്നതുണ്ട്. അപ്പൊ അവൻ വിളിച്ചു കാണിക്കും, അമ്മേ ഇതോ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു. കുഞ്ഞു വാട്ടർഫോള് പോലൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം എപ്പോഴും ഇങ്ങനെ ഒഴുകി നടക്കുന്ന സ്ഥലം. അവിടോട്ട് പോയി നമ്മള് നല്ല ഭംഗി അവിടെ കാണാനായിട്ട്. നമ്മളിങ്ങനെ പറയത്തില്ലേ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമെന്ന്, അതുപോലെ നല്ല രസം. അവിടെ പോയി നിന്നാൽ നമുക്ക് മനസ്സ് തന്നെ ഒരു പീസ് ആയിട്ടുള്ള ഒരു സ്ഥലം. കുറെ നേരം പോയിരിക്കാനൊക്കെ പറ്റും. നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാനും ദേവൂട്ടനും കൂടെ കുറച്ചു നേരം അവിടെ നിന്ന് പുഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്മയും മോനും കൂടെ കളത്തിലിറങ്ങി. ഞങ്ങൾ പുഴയിലിറങ്ങി കളിക്കാൻ തുടങ്ങി. ദേവൂട്ടനെക്കാട്ടി കൂടുതൽ കളിച്ചത് ഞാനാണെന്ന് തോന്നുന്നു. ആദ്യമേ അവൻ ഇങ്ങനെ ബക്കറ്റും കൊണ്ടൊക്കെ കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. എന്റെ പുറ മൊത്തം വെള്ളമാക്കി. ഞങ്ങൾ 2 പേരും സ്പെയർ ഡ്രസ്സൊക്കെ കൊണ്ടാ പോയത്. അത് കഴിഞ്ഞിട്ട് അവന്റെ പുറത്തും എല്ലാം വെള്ളം കോരി വെച്ചു. കുറച്ചു നേരമൊന്നുമല്ല, ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളും കരുതി അവന്റെ ആഗ്രഹം വെള്ളത്തിൽ കളിക്കാനെന്നുള്ളതാണ്. എപ്പോഴും ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ബീച്ച് നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരമായതുകൊണ്ട് അവന് ഇഷ്ടമുള്ള പോലെ കളിക്കട്ടെ എന്നുള്ളൊരിതായിരുന്നു. രതീശ്വരം ഇന്നെല്ലാം കണ്ടു നിൽക്കത്തതേ ഉള്ളൂ, നമ്മുടെ കൂടെ ഒന്നും കൂടത്തില്ല. അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. പിന്നെ വൈകുന്നേരമായി. ദേവൂട്ടൻ കളിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മണ്ണ് വാരിയിട്ട് വെള്ളം നല്ല ഒഴുകുന്ന വെള്ളമായിരുന്നു, തെളിഞ്ഞ വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിന് പേടിയൊന്നുമില്ല. പിന്നെ ഒത്തിരി ആഴം ഇല്ലായിരുന്നു. കുറേ അങ്ങ് പോയാലും ആഴമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ അവന്റെ പിറകുവശത്ത് എപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാറിയിട്ടേ ഇല്ല. അവൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടാതെ ഞാൻ എപ്പോഴും പിറകിലൊരു പിറകോട്ട് അവൻ ഒത്തിരി ഓടിയൊന്നും പോവാണ്ടിരിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ബക്കറ്റും കൊണ്ട് കുറെ വെള്ളം, എന്നിട്ട് മണ്ണും മീനെ പിടിക്കാൻ നോക്കുമായിരുന്നു ഞങ്ങൾ 2 പേരും കൂടെ. പക്ഷെ മീനൊന്നും കിട്ടില്ല. മുമ്പൊക്കെ ഞങ്ങളും സ്വന്തം ആഗ്രഹങ്ങൾ തേടി നടന്നവരായിരുന്നു. പക്ഷെ ഇപ്പം ദേവൂട്ടൻ ഉണ്ടായപ്പോ എല്ലാ പ്രയോറിറ്റിയും പുള്ളിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മൾ എവിടെ പോയാലും ആദ്യം ചിന്തിക്കുന്നത് എല്ലാ അച്ഛനും അമ്മയും അങ്ങനെ ആയിരിക്കും, അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ എനിക്കറിയാവുന്ന എല്ലാ അച്ഛനും അമ്മയും, ഏകദേശം എല്ലാ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണെന്നാ തോന്നുന്നത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ ചിന്തിക്കുമെങ്കിലോ ദേവൂട്ടനൊക്കെ ആയിരിക്കുമോ. ഇപ്പം ഒരു സ്ഥലം കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി നടക്കേണ്ട സ്ഥലമാണോ, ഒത്തിരി മല കയറേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടേ നമ്മൾ അവിടെ പോകത്തുള്ളൂ. കാരണം മക്കളുടെ സന്തോഷമല്ലേ നമ്മൾ സന്തോഷം കാണുന്നത്. അവര് ചിരിക്കുമ്പോഴും
നമ്മൾ സങ്കടപ്പെടുന്നത് അവർ സങ്കടപ്പെടുമ്പോഴല്ലേ. സത്യത്തില് ദേവുട്ടൻ ഉണ്ടായി കഴിഞ്ഞ് അറിഞ്ഞൊരു കാര്യം അത്. പിന്നെ വേണ്ട എല്ലാ സ്ഥിരം പോലെ ദേവുട്ടൻ കരഞ്ഞു കാറി പോവണ്ട അമ്മേ പോവണ്ട അച്ഛാന്നും പറഞ്ഞ് കരഞ്ഞു കാറി എവിടെ പോയാലും തിരിച്ചു കൊണ്ടുവരുന്ന വഴി രീതി ഇങ്ങനെയാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഹാങ് ഔട്ട് അവസാനിച്ചു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.